നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം ചാരവശാൽ ബുധൻ സ്വന്തം നിജക്ഷേത്രമായ മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ മീനൻ രാശിയിൽ പ്രവേശിക്കുന്ന ബുധൻ 20 ദിവസക്കാലമാണ് തൻ്റെ നിജരാശിയായ മീനത്തിൽ നിൽക്കുന്നത്. പക്ഷെ ബുധനെ നിജരാശിയിലാണെങ്കിലും ബുധൻ്റെ ഓരോ മാറ്റവും വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ബുധ ഫലതസ്തു സർവത, ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാകുന്നു ബുധൻ. അതിനാൽ ബുധൻ്റെ ഈ അരിഷ്ടതകൾ, നിജരാശിയിലേക്കുള്ള സ്ഥിതി എപ്രകാരം ശുഭാശുഭ ഫലത്തെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ബുധനെ കൊണ്ടാണ് എല്ലാതരം വിദ്യകളും നാം ചിന്തിക്കുന്നത്. വചനം ജ്ഞാനമിന്ദോസ്തനൂജ, വചനം, വാക്ക്, അറിവ്, ഇതൊക്കെ ബുധൻ്റെ കാരക ധർമ്മങ്ങളാകുന്നു. ബുധനെ കൊണ്ടാണ് വിദ്യയുമായി ബന്ധപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും, ടെക്നിക്കലായ സ്റ്റഡീസ്, പ്രിൻറ്റിങ് മുതൽ എല്ലാ മേഖലകളിലും ഒക്കെ ചിന്തിക്കുന്നത്. ഫോറൻസിക്കുമായി ബന്ധപ്പെടുന്ന സ്റ്റഡീസിനൊക്കെ തന്നെ ബുധൻ ജ്യോതിഷത്തിൽ നല്ല സ്ഥാനത്തായിരിക്കണം. ഈവൻ ഒരു ജ്യോതിഷിക്ക് ബുധൻ നല്ല സ്ഥാനത്താണെങ്കിൽ മാത്രമേ നന്നായി ഫലപ്രവചനം നടത്തുവാൻ കഴിയുകയുള്ളൂ. അത്രത്തോളം ബുധൻ ദ ഇൻ്റലക്ച്വൽ പ്ലാനറ്റ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഈ ബുധൻ അത്രയധികം ദുർബലമായി നീചരാശിയിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഈ ബുധഗ്രഹത്തെ നമുക്ക് സന്തോഷിപ്പിക്കാം? ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയേ നമഃ എന്താകുന്നു ആ ശക്തമായ നരസിംഹ മന്ത്രം. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയേ നമഃ. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യുർ നമാമ്യഹം എന്ന നരസിംഹ മന്ത്രം ഇവിടെ നിർബന്ധമായും എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ഉരുവിടുക. ബുധനെ കൊണ്ട് ജ്യോതിഷത്തിൽ ശ്രീരാമാദ്യ അവതാരം വിഷ്ണുര് ഇതരക്ഷേത്രേഷു ചന്ദ്രാത്മജ എന്നാണ് പറയുന്നത്. വ്യാഴം മഹാവിഷ്ണുവാകുന്നു, ജീവോ നാരായണ. പക്ഷേ ബുധനെ കൊണ്ടാണ് ദ ഇൻകാർണേഷൻ ഓഫ് ലോർഡ് വിഷ്ണു, അവതാര ദൈവങ്ങളെ ചിന്തിക്കേണ്ടത്. ശ്രീരാമൻ മുതൽ കൽക്കി വരെയുള്ള 10 അവതാരങ്ങളെയും നാം ചിന്തിക്കേണ്ടത് ബുധനെ കൊണ്ടാണ്. അതിനാൽ പെട്ടെന്ന് ഫലം ലഭിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകിച്ച് പറയുക, ഈ ബുധൻ്റെ നീചരാശി സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി അല്ലെങ്കിൽ സുദർശന പുഷ്പാഞ്ജലി വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. അവിടെ നരസിംഹസ്വാമിക്ക് മേൽപ്പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്ത് നന്നായി നരസിംഹ മന്ത്രം ജപിക്കണം. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ എന്ന മന്ത്രം. ഏതായാലും ഈ ബുധൻ്റെ നിജരാശിയിലുള്ള മീനൻ രാശിയിലേക്കുള്ള ഈ മാറ്റം 20 ദിവസക്കാലം എപ്രകാരമാണ് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നത് ഓരോ രാശികൾക്കും എന്നാണ് നാം പരിശോധിക്കുന്നത്. ബുധൻ 2026 ഏപ്രിൽ മാസം 10-ാം തീയതി മുതൽ ഏപ്രിൽ മാസം 30-ാം തീയതി വരെയുള്ള 20 ദിവസക്കാലമാണ് നീചരാശിയിലേക്ക് പ്രവേശിക്കുന്നത്. മീനമാസം 27-ാം തീയതി മുതൽ മേടമാസം 17-ാം തീയതി വരെയുള്ള 20 ദിനങ്ങൾ. പുണർദ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ കർക്കിടകൻ രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് 9-ാം ഭാവത്തിലാണ്. ബുധൻ നീചസ്ഥിതിയിലാണ്, മീനത്തിൽ നിൽക്കുന്നു. അത് കർക്കിടകൻ രാശിക്കാരുടെ 9-ാം ഭാവമാണ്. ഇവിടെ 9-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുമ്പോൾ നല്ല ഫലമാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഗ്രഹത്തിന് നീചസ്ഥിതിയാണ്. ഇവിടെ 2 ഭാവങ്ങളുടെ ആധിപത്യമാണ് ബുധനുള്ളത്. ഒന്ന്, ബുധൻ വൈകല്യവാനാണ്. ശാരീരികമായ വൈകല്യങ്ങൾ ഉണ്ടാക്കാൻ ഈ 9-ാം ഭാവം നിൽക്കുന്ന ബുധൻ അവിടെ എന്തു ചെയ്യും? അവിടെ യജ്ഞിക്കും. പ്രത്യേകിച്ച് ബുധൻ മാനസികമായ അസ്വസ്ഥതകൾ വളരെയധികം പ്രകടിപ്പിക്കുന്ന സമയമാണ്. ബുധൻ മനസ്സിൻ്റെ ബാലൻസാണ്, ബാലൻസിനെ പ്രതിനിധാനം ചെയ്യുന്നു. ആ ബുധനോടുകൂടി സൂര്യനും ചൊവ്വയും ശനിയും നിൽക്കുന്നു. പാപൈസ്തൈര്യുധ, പാപനോടുകൂടി നിൽക്കുന്ന ബുധൻ പാപിയായി തീരുമെന്നാണ് ഫലം. അതിനാൽ പലപ്പോഴും മാനസികമായ സംഘർഷങ്ങൾ വളരെയധികം വരും. ഇവിടെ ഏറ്റവും നല്ല പരിഹാരം തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതാണ്. ബുധേ ധർമ്മകേ ധർമ്മശീല അതിധീമാൻ ദീക്ഷിത സ്വർദുനീ സ്നാതക. ഗംഗയിൽ പോയി, സ്വർഗംഗയിൽ പോയി മുങ്ങിക്കുളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് 9-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുമ്പോൾ. അതിന് ഏറ്റവും നല്ല ഒരു സമയമാണിത്. കാരണം എന്താണ്? ഇവിടെ ഗ്രഹത്തിന് നീചസ്ഥിതിയാണ്. അതിനാൽ ഒരു തീർത്ഥാടനം, സഞ്ചാരം, അതൊക്കെ ചെയ്താൽ വളരെയധികം മെൻ്റലി, മാനസികമായി ഒരു സ്വസ്ഥത അനുഭവപ്പെടും കർക്കിടകം രാശിക്കാർക്ക്. കാരണം കർക്കിടക രാശിയുടെ സ്വഭാവം തന്നെ എന്താണ്? ദൈവജ്ഞ, ദൈവം ജാനാതി ഇത് ദൈവജ്ഞ, ദൈവത്തെ അറിയുന്നവരാകുന്നു. അതിനാൽ ദൈവികമായ വിഷയത്തോടുള്ള തൻ്റെ ധർമ്മദൈവ പ്രീതിയൊക്കെ ചെയ്യുക. 9-ാം ഭാവം ഏത് ഭാവമാണ്? ഭാഗ്യധർമ്മ ദയാപുണ്യ തപസ്താത സുതാത്മജ. തൻ്റെ ഭാഗ്യമാണ്, ധർമ്മമാണ്, തൻ്റെ ഉപാസനയാണ്.
ഉപാസനയ്ക്ക് ബലം കൊടുക്കുക, തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുക. പിന്നീട് ബുധൻ 3-ാം ഭാവാധിപനാണ്, സഹോദരപതിയാണ്, സഹായപതിയാണ്, തൻ്റെ അഭിമാനപതിയാണ്. അനാവശ്യമായ അഭിമാനങ്ങൾ പ്രകടിപ്പിക്കേണ്ട ഒരു സമയമല്ല. ദുരഭിമാനത്തിന് പ്രാമുഖ്യം കൊടുത്താൽ അതുമൂലം തനിക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും. സഹോദര ഗുണം ഉണ്ടാകാം, കാരണം സഹോദരപതിയായ ഗ്രഹം സഹോദര സ്ഥാനത്തേക്ക് നോക്കുന്നുണ്ട്. സഹായികളും സഹോദരങ്ങളും പലപ്പോഴും ഭാഗ്യസ്ഥാനത്താകാം. ഒരുപക്ഷെ പൂർവികമായ പിതാവിൻ്റെ സ്വത്ത് അത് സ്നേഹത്തോടുകൂടി പാർട്ടീഷൻ ചെയ്യുക, വീതിച്ചെടുക്കുക, അല്ലെങ്കിൽ വിറ്റ് കാശ് വാങ്ങാനൊക്കെ ഈ ഒരു ബുധൻ സൗകര്യപ്രദമായ രീതിയിൽ സഹായിക്കും. കർക്കിടക രാശിക്കാരെ പ്രാർത്ഥന ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു. നന്ദി, നമസ്തേ.